അച്ഛനെ കണ്ടോളൂ. അച്ഛാ, അച്ഛാ, മോളെന്നെ നോക്കി നിന്ന് കരയാതിരിക്കാൻ അച്ഛൻ മാറി നിന്ന്. വക്കീലിനെ കൊണ്ടുവന്നിട്ടും ജാമ്യം തന്നില്ല. അതെങ്ങനെയാ മോളെ? നിയമത്തിന്റെ കണക്കില് അച്ഛൻ കൊലപാതകയാ. ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവനല്ലേ. അക്കാര്യത്തില് അച്ഛന് വിഷമമൊന്നുമില്ല. പക്ഷേ എന്റെ മോളെ ഇത് അടുത്ത് കിട്ടിയിട്ട് അച്ഛൻ സ്നേഹിച്ച് തീരുമ്പോ ഇങ്ങനെയൊക്കെ ആയി. അച്ഛൻ വിഷമിക്കരുത്. അച്ഛനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരു നാട് മുഴുവൻ. പിന്നെ എന്തിനും മുന്നിട്ടിറങ്ങാൻ അച്ഛന്റെ മോളും ഉണ്ട്. അച്ഛനെ കാവല് നിൽക്കാൻ നിങ്ങളൊക്കെ ഉള്ളപ്പോ അച്ഛനെ ആരെയും പിടിക്കണ്ട മോളെ. നിന്നെ കൊല്ലാൻ നോക്കിയവരെ അച്ഛൻ എതിർത്തത്. അതിപ്പോ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിന്റെ ദേഹത്ത് ഒരു പൂഴിത്തെരി വീഴുവെന്ന് കണ്ടു കഴിഞ്ഞാൽ അച്ഛനത് പൊറുക്കാൻ പറ്റില്ല. കുത്തുകയല്ല, ചിലപ്പോ കൊല്ലുക തന്നെ ചെയ്യും. അമ്മയുടെ അവസ്ഥ എന്താ? കരച്ചിലാണ്. പാവം ചേച്ചി, എനിക്കൊരു ചെറിയ വേദന വന്നാൽ പോലും താങ്ങില്ല. മോൾ അമ്മായിയെ ആശ്വസിപ്പിക്കണം. അതൊക്കെ ഇനി മോളുടെ ഉത്തരവാദിത്വ. അച്ഛനെ കോടതി കൊണ്ടുപോവോ? അറിയില്ല മോളെ. അതൊന്നും ആലോചിച്ച് മോളിപ്പോ തലപോകണ്ട. ഞാൻ ആരെങ്കിലും പോയി കാണേണ്ടതുണ്ടോ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി? അതൊക്കെ മോള് അമ്മയോട് സംസാരിച്ചാൽ മതി. അമ്മായി ചെയ്തോളൂ. പിന്നെ മൂർത്തി ഉണ്ടല്ലോ. ഞാൻ അച്ഛന്റെ കൂടെ വന്നിട്ടാണല്ലോ ഇതൊക്കെ. എന്റെ കഷ്ടകാലാണോ അച്ഛനെയും ബാധിച്ചത്? എന്താ മോളെ ഇങ്ങനെ ചോദിക്കുന്നേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ? മോളെ, നീ അച്ഛന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ മുതല് അച്ഛന്റെ ജീവിതം സ്വർഗതുല്യമായിട്ടല്ലേ ഉള്ളൂ. അല്ലാതെ അച്ഛനെന്താ വീഴ്ച? പിന്നെ ഇത് തെറ്റ് കണ്ടാ പ്രതികരിക്കാന്നുള്ളത് എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യ. അതും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിനകത്ത് കയറിയിട്ടാവുമ്പോ വരട്ടെ, നോക്കാം മോളെ. നീ ധൈര്യത്തോടെ പുറത്തു നിന്നാ മാത്രം മതി. മതി മതി, പോ നോക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ? സർ, ഇപ്പൊ പൊക്കോളാം. അച്ഛാ, ഞാൻ പൊക്കോട്ടെ. അതെ, അച്ഛൻ ഇതിനകത്ത് കിടന്ന് വേദനിക്കാണെന്ന് കരുതി മനസ്സ് വിഷമിപ്പിക്കരുത്. അച്ഛനെല്ലാം നേരിടാനുള്ള കരുത്തുണ്ട്. പിടിക്കോ.